മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബ്. പുതിയ ഡാം വേണമെന്ന അടിയന്തര പ്രമേയത്തിന് നോട്ടീസ്. മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ ചെയ്യണമെന്നും പുതിയ ഡാം നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി എംപിമാരായ ഡീൻ കുര്യാക്കോസ്, ഹൈബി ഈഡൻ, ബെന്നി ബെഹനാൻ എന്നിവർ. ഡാമിന് സമീപത്തുള്ള ജനങ്ങളുടെ ജീവൻ അപകടത്തിലാണ്. വിഷയം സഭ നിർത്തിവെച്ച് അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നും ഡീൻ കുര്യാക്കോസ് എംപി ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാർ അണക്കെട്ടിന്റെ സമീപത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ജീവൻ വലിയ അപകടത്തിലാണ്. വയനാട്ടിൽ അടുത്തിടെ ഉണ്ടായ ഉരുൾപൊട്ടൽ 500ഓളം പേരുടെ ജീവനാണ് കവർന്നത്. ഒരു ഗ്രാമത്തെ പോലും ഇല്ലാതാക്കി. കേരളത്തിലെ 5 ജില്ലകളിലായി 5 ദശലക്ഷം ജനങ്ങൾക്ക് ഭീഷണിയായിക്കൊണ്ടിരിക്കുന്ന മുല്ലപ്പെരിയാർ പ്രശ്നം സഭ ഗൗരവമായി തന്നെ ചർച്ച ചെയ്യണമെന്നും ഡീൻ കുര്യാക്കോസ് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു. മുല്ലപ്പെരിയാറിലുള്ളത് ജലബോംബാണെന്നും പുതിയ ഡാം വേണമെന്നും ഡീൻ കുര്യാക്കോസ് മാധ്യമങ്ങളോട് പറഞ്ഞു. കേരള, തമിഴ്നാട് മുഖ്യമന്ത്രിമാരുമായി കേന്ദ്ര സർക്കാർ ഇക്കാര്യം സംസാരിക്കണം. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനുമായി സംസാരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും ഡീൻ കുര്യാക്കോസ് ആവശ്യപ്പെട്ടു. മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം നിർമ്മിക്കാൻ കുറഞ്ഞത് 1400 കോടി രൂപ വേണ്ടിവരുമെന്ന് ജലസേചന വകുപ്പ്. ഇപ്പോഴുള്ള അണക്കെട്ടിൽ നിന്ന് 366 മീറ്റർ താഴെയാണ് പുതിയ ഡാമിനായി കേരളം സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. പദ്ധതിയുടെ വിശദ പ്രോജക്ട് റിപ്പോർട്ടിന്റെ കരട് തയ്യാറായി. അന്തിമ റിപ്പോർട്ട് ഈ മാസം അവസാനം സർക്കാരിന് കൈമാറും. 2ാം തവണയാണ് സംസ്ഥാന സർക്കാർ DPR തയ്യാറാക്കുന്നത്. 2011 ആദ്യ റിപ്പോർട്ടിൽ ചെലവ് 600 കോടിയാണ് കണക്കാക്കിയത്. തമിഴ്നാട് അനുമതി നൽകിയാൽ 5 മുതൽ 8 വരെ കൊല്ലം കൊണ്ട് പുതിയ ഡാം നിർമ്മിക്കാമെന്നാണ് പ്രതീക്ഷ. പക്ഷേ പുതിയ അണക്കെട്ടിനെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് തുടക്കം മുതൽ തമിഴ്നാടിന്റേത്. കനത്ത മഴയെ തുടർന്ന് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 131.75 അടി വരെ ഉയർന്നെങ്കിലും കഴിഞ്ഞ ദിവസം രാവിലെ 131.4 അടിയായി കുറഞ്ഞു. 136 അടിയിലെത്തുമ്പോൾ തമിഴ്നാട് സ്പിൽവേ ഷട്ടറുകൾ തുറക്കും. ഡാമിന്റെ അനുവദനീയ സംഭരണശേഷി 142 അടിയും പരമാവധി ശേഷി 152 അടിയുമാണ്. ജലനിരപ്പ് 137 അടി പിന്നിട്ടെന്ന് വരെ ചിലർ സമൂഹ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രചാരണം നടത്തിയെന്നും എന്നാൽ ആശങ്ക വേണ്ടെന്നും മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. അതായത് മുല്ലപ്പെരിയാർ ഡാം ഇപ്പൊ 186, 96, 24, 6, 30, 40 അപ്പോ മനസ്സിലായി 136 കൊല്ലം പഴക്കമുള്ള ഡാമാണിത്. അതായത് 50 കൊല്ലത്തിൽ കൂടെ ഒരു ഡാമിനും ആയുസ് ശാസ്ത്രലോകം കാലത്ത് നൽകുന്നില്ല. അപ്പം ഇത്രയും പഴക്കമുള്ള ഒരു ഡാം ഇവിടെ വെച്ചോണ്ടിരുന്നത് എങ്ങനെ നോക്കുന്നത്? ആ ഡാമിന് താഴെ 900 മീറ്റർ താഴെ പുതിയ ഡാം പണിയാനായിട്ട് സ്ഥലം കണ്ടെത്തിയതാണ്. ആ സ്ഥലം കെട്ടിയെങ്കിലും അതിന്മേൽ തർക്കം ഉണ്ടാക്കി വെച്ചോണ്ടിരിക്കുക. എന്താ തർക്കം എന്നറിയാമോ? ഈ തമിഴ്നാട് ഇപ്പം വെള്ളം സൗജന്യമായിട്ട് കൊണ്ടുകൊണ്ടിരിക്കില്ല. ഒരു പൈസ കൊടുക്കണ്ടല്ലോ. കാരണം എല്ലാവരും നല്ല മനുഷ്യൻ എന്നൊക്കെ പറയുന്നത് ഞാനും നല്ല മനുഷ്യൻ എന്ന് സമ്മതിക്കുന്നു അച്യുതമേനോൻ. അങ്ങനെ ഒരു ബഹുമാനമുണ്ട് നമുക്ക്. പക്ഷെ അങ്ങനെ ലോകത്ത് ഒരു തെറ്റേ ചെയ്തിട്ടുള്ളൂ. അത് മലയാളികളെ മുഴുവൻ വഞ്ചിച്ചു. അത് മറ്റൊന്നുമല്ല, തമിഴ്നാടിന് വെറുതെ വെള്ളം കൊടുക്കാനുള്ള എഗ്രിമെന്റ് ഒപ്പിട്ട് കൊടുക്കും. ഉമ്മൻചാണ്ടി നമ്മുടെ EMSന്റെ കാലത്ത് ചർച്ച തുടങ്ങിയ EMS സമ്മതിച്ചില്ല, കാശ് കിട്ടണമെന്ന് പറഞ്ഞു. ആ ചർച്ച തുടങ്ങിയപ്പം ഉച്ചനേരം വന്നപ്പോ അച്യുതൻ തമിഴ്നാട്ടിൽ ഗുണം കിട്ടി. അവിടെ ആ മുല്ലപ്പെരിയാർ ഡാം കൊണ്ട് 5 ജില്ലകളിൽ വെള്ളം കിട്ടുന്നുണ്ട്. അവിടെ കൃഷിഭൂമി ഉണ്ടാകുന്നു. അതൊക്കെ നല്ല കാര്യം, വെള്ളം കൊടുത്ത് തെറ്റൊന്നുമില്ല. പക്ഷെ അതിന് വില കഴിക്കണ്ടേ? അത് സൗജന്യമായിട്ട് നിന്ന് നോമിനെ വില മേടിച്ചുകൊണ്ടൊക്കെ അച്യുതൻ ചെയ്തത് എന്തൊരു മര്യാദ അദ്ദേഹം കാണിച്ചെന്നറിയാം. കേരളത്തെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചിരിക്കുക. ആരും എങ്ങനെ മാന്യനാണ്, സത്യം പറയാതിരിക്കാൻ പറ്റുമോ? എനിക്കത് പൂർണ്ണമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുക. എന്ത് പറ്റി ഇപ്പോ അവിടെ ഇപ്പോഴത്തെ തർക്കം തന്നെ പുതിയ ഡാമിനുള്ള തർക്കം എന്നാണെന്നറിയോ? ഡാം ആയാൽ പുതിയ എഗ്രിമെന്റ് വേണം. പുതിയ എഗ്രിമെന്റ് പറ്റുകയില്ല. പഴയ എഗ്രിമെന്റ് ആണ് പുതിയ. അതായത് വെള്ളം ചുമ്മാ കിട്ടണമെന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? ഇന്ത്യയില് എല്ലാ സംസ്ഥാനങ്ങളും വെള്ളം എടുക്കുന്നതിന് വരെ ഒരു മാനദണ്ഡമുണ്ട്. ആ മാനദണ്ഡ പ്രകാരമല്ലേ കൊടുക്കേണ്ടത്. മാനദണ്ഡം ലംഘിച്ചുകൊണ്ട് അച്യുതനം കാണിച്ച ഏറ്റവും വലിയ മലയാളിയോടുള്ള വഞ്ചനയാണ് മുല്ലപ്പെരിയാർ ഡാം. അതിലൊരു തർക്കവും വേണ്ട. ഇപ്പൊ CPM അല്ല ആരും എതിർത്താലും ഇത് പറയാതിരിക്കാൻ ഒരു മാർഗവുമില്ല. അച്യുതനം ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ വളരെ നല്ല മനുഷ്യനാണ്, ശുദ്ധനുമാണ്. പക്ഷെ അദ്ദേഹം ആ ചെയ്തത് കടുത്തുപോയി. അതിന്റെയാണ് നമ്മളിപ്പോ അനുഭവിക്കുന്നത്. എന്താന്ന് ചോദിച്ചാൽ പുതിയ ഡാം പുതിയ എഗ്രിമെന്റാ. അതുകൊണ്ടാണ് തമിഴ്നാട് സമ്മതിക്കാത്തത്. ഇപ്പൊ സുപ്രീം കോടതി കേസ് വരെ നിൽക്കുക. സുപ്രീം കോടതി തമിഴ്നാടിന്റെ ഡിമാൻഡ് എന്താ? അവർ തീരുമാനം വേണമെന്നാ പറഞ്ഞത് ഇതിന് എഗ്രിമെന്റിന്റെ. മനസ്സിലായില്ലേ? പഴയ പോലെ ചക്കാത്തി വെള്ളം കിട്ടണമെന്ന്. അപ്പൊ അച്യുതൻ എന്നത് ചെയ്തില്ലേ ഈ കുഴപ്പമുണ്ടാവും. ഞാൻ പറഞ്ഞെന്നുള്ളൂ. അത് എത്ര ലക്ഷം പേര് പോകുന്നു? 30 ലക്ഷം ആളുടെ ജീവനാണ് വിജയകരാൻ പോകുന്നറിയോ? മാത്രമല്ല, നമ്മുടെ ഇടുക്കി ഡാമിലേക്ക് ആ വെള്ളം മുഴുവൻ കുത്തിവെച്ച് ഒരുമിച്ച് വരിക എന്ന് പറഞ്ഞാൽ ഇടുക്കി കൊള്ളുകയില്ല. ഒന്നെങ്കിൽ ഓവർഫ്ലോ ചെയ്യും. അങ്ങനെ വന്നാൽ സ്വാഭാവികമായിട്ട് ആർച്ച് ഡാം ഉൾപ്പെടെ നിരങ്ങി നീങ്ങും. അതായത് 1 സെന്റിമീറ്റർ നിരങ്ങി നീങ്ങിയാൽ, അല്ലെങ്കിൽ ഒരു മില്ലിമീറ്ററിന്റെ 10 നിരങ്ങി നീങ്ങാറുണ്ട്. അതുപോലെ ഒരു ഒറ്റ വെള്ളത്തിന് ഒരു വെള്ളം നിരങ്ങി നീങ്ങുക എന്ന് പറഞ്ഞാൽ അത് തകരുക എന്ന് പറഞ്ഞാൽ പിന്നെ ആലുവ വരെയുള്ള ജനത്തിന്റെ കാര്യം പറയണോ? എനിക്ക് ഭയം തോന്നുന്നുണ്ട്. അത്ര ഇപ്പൊ അതിനെപ്പറ്റി പറയുന്നുള്ളൂ. ഏതായാലും ഞാൻ പറഞ്ഞല്ലോ,
വേണ്ട, ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല. ഇത് അച്യുതാനന്ദനെ പോലെ ഒരാൾ ഇത് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ വലിയ ദുഃഖവും പ്രതിഷേധവും എനിക്കാണ്, ഞാൻ പച്ചയ്ക്ക് പറയുക. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ അതിരൂക്ഷ വിമർശനമാണ് കേന്ദ്രമന്ത്രിമാർ സംസ്ഥാനത്തിന് നേരെ ഉയർത്തുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു. മാത്രമല്ല, പ്രമുഖ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും ഒക്കെ ഈ വിഷയത്തിൽ ചർച്ചകൾ നടത്തുകയാണ്. വയനാട് ദുരന്തത്തെക്കുറിച്ച് പാർലമെന്റിന്റെ ഇരുസഭകളിലും കേരളത്തിലെ അംഗങ്ങൾ രോഷാകുലരായപ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ചിലതൊക്കെ തുറന്നു പറഞ്ഞത്. കേരളത്തിൽ പ്രകൃതി ദുരന്തം സംഭവിക്കുമെന്ന് കേന്ദ്രം ജൂലൈ 23-ന് ആദ്യം മുന്നറിയിപ്പ് നൽകി. പിന്നെ 24, 25, 26 തീയതികളിലും അത് ആവർത്തിച്ചു. എന്തുകൊണ്ട് കേരളം അനങ്ങിയില്ല എന്ന ചോദ്യത്തിന് ആർക്കും ഉത്തരമില്ലേ എന്നാണ് കേന്ദ്രമന്ത്രിമാർ ഇപ്പോൾ ചോദിക്കുന്നത്. മുഖ്യമന്ത്രി പറഞ്ഞത് അതത്ര ഗൗരവമുള്ളതാണെന്ന് കണക്കാക്കിയില്ല എന്നാണ്. കേന്ദ്ര സർക്കാർ പ്രകൃതി ദുരന്തത്തിന്റെ വ്യക്തമായ സൂചന ആവർത്തിച്ച് നൽകിയിട്ടും അതിന് ഗൗരവമില്ലെന്നാണോ ഇപ്പോഴത്തെ ചോദ്യം? BJP സർക്കാർ ആയതുകൊണ്ടാണോ എന്ന ചോദ്യങ്ങളും വലതുപക്ഷ മാധ്യമങ്ങളും ഉയർത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ പ്രധാനമന്ത്രി വയനാട്ടിലേക്ക് അയച്ചു. കരസേന, വായുസേന സംവിധാനങ്ങളെല്ലാം നിയോഗിച്ചു. പട്ടാളം ചെയ്ത കാര്യത്തിന് പോലും പങ്കാളിയെ തേടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന വിമർശനം. പാലം പണിതത് ഊരാളുങ്കൽക്കാരുടെ സഹായത്തോടെയാണെന്നെങ്ങാനും ഇനി പറയുമോ എന്നാണ് പുതിയ ചോദ്യങ്ങൾ. മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമകൻ കൂടിയായ പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വകുപ്പും ചേർന്നാണെന്ന് പറയാത്തത് ഭാഗ്യമെന്നാണ് ഇപ്പോഴത്തെ പരിഹാസം.